തമിഴ്നാട്ടിൽ ബി.ജെ.പിക്കുള്ളിൽ വലിയ തോതിലുള്ള ഒരു അഴിച്ചുപണി ഉടൻ ഉണ്ടാകുമെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് അവിടുത്തെ ബി.ജെ.പി നിലവിലെ അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലൈ തമിഴ്നാട് ബി.ജെ.പി അധ്യക്ഷ സ്ഥാനം ഒഴിയുമോ എന്നുള്ള വലിയ ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ AADMKയുമായിട്ടുള്ള സഖ്യ ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. അവിടെ ബി.ജെ.പിയും അതുപോലെ തന്നെ അണ്ണാ DMKയും തമ്മിലുള്ള ആ ഒരു സഖ്യ ചർച്ച ഇപ്പോൾ ചൂടുപിടിക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പി അണ്ണാ DMK സഖ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാകുമ്പോൾ തമിഴ്നാട് ബി.ജെ.പി അധ്യക്ഷൻ എന്ന നിലയിൽ അണ്ണാമലയുടെ സ്ഥാനം തുലാസിലാക്കുകയാണ്. 2026 DMKക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ മാറ്റം പാർട്ടിയുടെ ചലനാത്മകതയെ പുനർനിർമ്മിച്ചേക്കാം. അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി AADMK സഖ്യം രൂപീകരിക്കുമെന്ന ചർച്ചയ്ക്കിടെ അണ്ണാമലൈ ഭാരതീയ ജനതാ പാർട്ടിയുടെ തമിഴ്നാട് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചേക്കാമെന്നും വാർത്തകൾ പുറത്തുവരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സംസ്ഥാനത്തെ ജാതി സമവാക്യങ്ങൾ കണക്കിലെടുത്താണ് ഈ ഒരു തീരുമാനമെടുക്കുന്നതെന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. 2023 AADMKയും ബി.ജെ.പിയും തകരാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നായി ഇതിനെ കാണാം. ബി.ജെ.പിക്ക് രണ്ട് സഖ്യകക്ഷികളുടെയും മുഖങ്ങൾ ഒരേ ഗൗണ്ടർ സമുദായത്തിൽ നിന്ന് ഉണ്ടാകണമെന്ന് താല്പര്യമില്ലെന്ന് റിപ്പോർട്ട് വരുന്നു. അണ്ണാമലയും അഖിലേന്ത്യാ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം മേധാവി എടപ്പാടി പളനിസ്വാമിയും ശക്തമായ പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവരാണ്. ഇരുവരും തമിഴ്നാട്ടിലെ ഒരേ പടിഞ്ഞാറൻ കൊങ്കു മേഖലയിൽ നിന്നുള്ളവരാണ്. അവിടെ ഗൗണ്ടർമാർ പ്രബലരാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ അണ്ണാമലയെ ബി.ജെ.പി തീരുമാനം അറിയിച്ചതായി റിപ്പോർട്ട് വരുന്നു. ദേശീയ തലസ്ഥാനത്ത് പളനിസ്വാമിയെ കണ്ടതിന് തൊട്ടു പിന്നാലെയാണ് കൂടിക്കാഴ്ച നടന്നത്. ഡൽഹി അദ്ദേഹത്തിന് ശോഭനമായ ഒരു ഭാവി കാണുന്നു എന്ന് അണ്ണാമലയോട് പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു. അണ്ണാമലൈ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പിന്മാറിയാലും ഇല്ലെങ്കിലും തമിഴ്നാടിനായുള്ള പാർട്ടിയുടെ ദീർഘകാല തന്ത്രത്തിൽ അദ്ദേഹം ഒരു പ്രധാന വ്യക്തിയായി തുടരുന്നു. അദ്ദേഹം ഒരു ദേശീയ പങ്ക് ഏറ്റെടുക്കുമോ അതോ സംസ്ഥാനത്ത് വ്യത്യസ്തമായ ഒരു ചുമതല ഏറ്റെടുക്കുമോ എന്ന് കണ്ടറിയണം. അതായത് അണ്ണാമലയ്ക്ക് ഈ ഒരു അധ്യക്ഷ സ്ഥാനം മാറിയാലും അദ്ദേഹം കേന്ദ്രത്തിൽ കേന്ദ്രമന്ത്രിയായിട്ട് വരാനായിട്ടുള്ള സാധ്യതകൾ നിലവിൽ കൂടുതൽ തന്നെയാണ്. ഇനിയിപ്പോൾ അണ്ണാമലൈ മാറിക്കഴിഞ്ഞാൽ അണ്ണാമലയ്ക്ക് പകരം ആരാകും തമിഴ്നാട്ടിൽ ബി.ജെ.പി നയിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യം, അതിനുള്ള ഉത്തരമെന്ന് പറയുന്നത് അണ്ണാമലയെ തമിഴ്നാട് ബി.ജെ.പി അധ്യക്ഷനാക്കാനുള്ള മുൻനിരക്കാരിൽ തിരുനെൽവേലിയിൽ നിന്നുള്ള ജനപ്രിയ നേതാവും പാർട്ടി MLA നൈനാർ നാഗേന്ദ്രനും ഉൾപ്പെടുന്നു. നേരത്തെ AADMKയിൽ ഉണ്ടായിരുന്ന നാഗേന്ദ്രൻ തേവർ സമുദായത്തിൽപ്പെട്ടയാളാണ്. പശ്ചിമ തമിഴ്നാടിന് പുറത്ത് തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനാണ് ബി.ജെ.പി ആഗ്രഹിക്കുന്നത്. നാഗേന്ദ്രനെ പോലെയുള്ള ഒരു തേവർ നേതാവിനെ കൊണ്ടുവരുന്നത് തെക്കൻ ജില്ലകളിലും അതിനപ്പുറവും സ്വാധീനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അവിടെ AADMK ബി.ജെ.പി സഖ്യത്തിന് DMKയുടെ ശക്തി കേന്ദ്രത്തെ നേരിടേണ്ടതുണ്ട്. മുൻ IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള 2011 ബാച്ച് കർണാടക അണ്ണാമലൈ 2020 ഓഗസ്റ്റിലാണ് ബി.ജെ.പിയിൽ ചേർന്നത്. പാർട്ടിയിൽ ചേർന്ന് 10 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തെ സംസ്ഥാന മേധാവിയാക്കുകയായിരുന്നു. അടുത്ത വർഷം നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രൂപപ്പെടുത്തേണ്ട സഖ്യത്തിന്റെ രൂപം സംബന്ധിച്ച് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് അണ്ണാമലൈ പറഞ്ഞിരിക്കുന്നത്.